ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റാലിയൻ ലീഗിൽ നടന്ന നാപ്പോളി വേഴ്സ് വെറോണ മത്സരം 2-0 എന്ന ഗോൾ സ്കോറിൽ നാപ്പോളി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഒരു വിജയത്തോടുകൂടി നാപ്പോളി 47 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസൺ വേറെ ലെവൽ പെർഫോമൻസ് ആണ് നാപ്പോളിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുമ്പുള്ള സീസൺ ആയാലും ഇത്രയും വലിയൊരു ഫോമിലേക്ക് ഇതുവരെ നാപ്പോളിനെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുപോലെ പ്ലേയിങ് സ്റ്റൈലിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ 5 ഡിഫൻസ് വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 3 സെൻറ്റർ ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, ആ ഒരു ഗെയിം പ്ലേ ആയിരുന്നു. മാക്സിമം ഡിഫെൻസീവ്ലി പ്ലേ ചെയ്യുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ കാണുന്ന സമയത്ത് ബിഗ് മാച്ചസ് ഒക്കെ വരുന്ന സമയത്ത് മാക്സിമം അറ്റാക്കിംഗ് ആണ് കാണാൻ വേണ്ടി സാധിക്കുക. അതും വെറും 3 സെൻറ്റർ ബാക്ക് വെച്ചിട്ടാണ് ഗെയിം പ്ലേ ചെയ്യുന്നത്. 3 സെൻറ്റർ ബാക്ക്, LMF പൊസിഷൻ അതുപോലെ RMF പൊസിഷൻ വെച്ചിട്ടാണ് പ്ലേ ചെയ്യുന്നത്. 2 സെൻറ്റർ ഫോർവേഡിനെ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. വേറൊരു കാര്യം, ലുക്കാക്കു ഒരുപാട് റോമയിൽ പോയിട്ടുണ്ടായിരുന്നു, ചെൽസിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ബെൽജിയത്തിൽ നിന്ന് ഒരുപാട് ട്രോൾസൊക്കെ വാങ്ങിയ ഒരു പ്ലെയറാണ് ലുക്കാക്കു. ഇൻ്റർ മിലാനിൽ അത്യാവശ്യം ഭേദപ്പെട്ടൊരു ഫോമിലുള്ള സമയത്താണ് സ്റ്റാർട്ടിങ്ങിൽ അത്രയും കത്തി നിൽക്കുന്ന സമയത്താണ് ഒരാവശ്യമില്ലാണ് ചെൽസിയിലേക്ക് പോയത്. പതിച്ചിട്ട് വീണ്ടും അഗൈൻ നാപ്പോളിയിലേക്കല്ല, അഗൈൻ ഇൻ്റർ മിലാനിലേക്ക് പോയി റോമയിലേക്ക് കളിച്ചു. പക്ഷെ ആ ഒരു ഫോം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. ബെൽജിയത്തിലാണെങ്കിലും വളരെ ഫോം ഔട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സീസൺ ഫയർ ആയിക്കൊണ്ടാണ് ലുക്കാക്കു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ വലിയൊരു മണ്ടത്തരമായിരുന്നു മക്ടോമനിനെ സെല്ല് ചെയ്തത്. അതാരും മൊട്ടനെ കൊണ്ട് സംഭവിച്ച കാര്യം തന്നെയാണ്. ടെൻഹാഗിനെ കൊണ്ട് മാത്രം പോയ മിസ്സായൊരു പ്ലെയറാണ് മക്ടോമനി. ഇപ്പോൾ കളിക്കുന്ന ആ ഒരു ഇപ്പോൾ നാപ്പോളിയൻ്റെ മത്സരമൊന്നും അധികം ആരും വാച്ച് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ യുണൈറ്റഡിൽ എങ്ങനെയായിരുന്നോ പ്ലേ ചെയ്ത് അതിൻ്റെ ഡബിൾ പെർഫോമൻസ് ആണ് നാപ്പോളിയുടെ ആ ഒരു ഗെയിം പ്ലേയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് മിസ്സിങ് തന്നെയാണ് യുണൈറ്റഡിന്. ഗായ്സ്, ഈ ഒരു സീസൺ നാപ്പോളിയാണ് നിലവിൽ 1-ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ സാധ്യതകളും വളരെ കൂടുതലാണ് ഇതുവരെയുള്ള ആ ഒരു മാച്ചസ് കമ്പയർ ചെയ്യുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.